ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം കുറേയായി ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേഖായി. ഉമ്മയൊക്കെ ഹജ്ജിന് പോകുന്ന ആ ഒരു തിരക്കിലായിപ്പോയി. അപ്പം വീഡിയോ ഒക്കെ എടുക്കലും എഡിറ്റ് ചെയ്യലൊക്കെ അങ്ങനെ ലേഖായിപ്പോയി. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം വീഡിയോയിലേക്ക് പോവാട്ടോ. നമ്മുടെ എല്ലാവരെയും വീട്ടിൽ ഏറ്റവും നല്ല ഒരു നിമിഷമാണ് രാവിലത്തെ സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സമയമാണ് രാവിലെ. അപ്പം ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര എല്ലാവർക്കും പലതരം ടൈപ്പ് ഓഫ് കാഴ്ചകളായിരിക്കും വീടിന് ചുറ്റും. എൻ്റെ വീട്ടിൽ ചുറ്റുമുള്ള ഓരോ കാഴ്ചകൾ, അതിന് മാത്രം കാഴ്ചകളൊന്നുമില്ല, ചെറിയ ചെറിയ കാഴ്ചകളാട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികളെ സ്വിമ്മിങ് പൂളാട്ടോ. അപ്പം വെള്ളമൊന്നുമില്ല, അവരതിൽ നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. നമ്മൾ കുട്ടികളുള്ളപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമല്ലോ, ഇങ്ങനെ വെള്ളമൊക്കെ നിറച്ച് വെക്കുന്ന സ്വിമ്മിങ് പൂളുകൾ, അതുപോലെ ബാത്റൂം. അതുകൊണ്ട് തന്നെ കുട്ടികളുള്ള വീടുകളിലെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പം ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അരിദോശയും മീൻകറിയാണ് കേട്ടോ. അപ്പം ഈ ദോശ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് കുതിർത്ത അരി അരച്ചിട്ട് നമ്മൾ ദോശയായിട്ട് ചുട്ടെടുക്കുക. ഇത് നമ്മുടെ കോഴിക്കോട് എല്ലാ ഭാഗത്തൊന്നുമില്ല, ഒരു കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള ഭാഗത്താണ്. അങ്ങോട്ടേക്ക് അധികം ഉണ്ടാവാറില്ല. അപ്പം അങ്ങനെ ഉള്ള ദോശ കേട്ടോ. അപ്പം ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഈ ദോശയ്ക്ക്. നമ്മുടെ എനിക്ക് ഉഴുന്ന് ദോശേനെക്കാട്ടും ഇഷ്ടം ഈ ദോശ കേട്ടോ. ഇത് മീൻ കറിയും ചിക്കൻ കറീൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഭയങ്കര കോമ്പിനേഷനാണ്, ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം മീൻ കറി ഞാൻ പിന്നെ പറയണമെന്നില്ലല്ലോ, സാധാരണ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയുള്ള മീൻ കറി തന്നെ. അപ്പം ചിലർക്കൊന്നും മോർണിംഗ് നോൺ വെജ് ശരിയാവില്ല. ചിക്കൻ എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ മീൻകറിയും പുട്ടും, അതുപോലെ മീൻകറിയും പത്തിരിയും, മീൻകറിയും ദോശയും, മീൻകറി നെയ്പ്പ്, അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻകറി ഭയങ്കര കോമ്പിനേഷനാണ് അതിനൊക്കെ. അപ്പം ഇതൊരു 2 തക്കാളി, ഒരു 4 പച്ചമുളക്, ഒരു 4-5 വെളുത്തുള്ളി ജസ്റ്റ് ചതച്ചിടുക. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ മുളകും പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പുളിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട്, പുളി നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പുളിയാട്ടോ. അത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിയെടുത്ത് ഉണക്കി അതിൽ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഉണക്കിയെടുത്ത് നമ്മൾ നല്ല ഒരു ജാറിൽ, ഒരു എന്താ പറയുക, എയർ ടൈറ്റ് ജാറിൽ സൂക്ഷിക്കുന്ന ആവശ്യത്തിന് നമ്മൾ എടുക്കുക. അങ്ങനെ നമ്മൾ തന്നെ വീട്ടിൽ തന്നെയുള്ള പുളിയൊക്കെ ആട്ടോ ഒരുവിധം നമ്മൾ ഇതിനൊക്കെ നല്ലത്. ഈ പുറത്തുനിന്ന് വരുന്ന പുളിയൊക്കെ പല സ്ഥലത്ത് ഇട്ടിട്ടൊക്കെ ഉള്ള പുളികളാണ്. അപ്പം ഈ പുളിവെള്ളത്തിലേക്ക് ഈ നമുക്ക് എടുത്തു വെച്ച മീനും കൂടെ ഇടാം കേട്ടോ. അപ്പം നമ്മളെ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മീനും മസാലയും എല്ലാം കൂടെ നമ്മുടെ ഈ വഴന്ന തക്കാളിയിലേക്ക് ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മസാലേൻ്റെ ആ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് അതും മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് നല്ല ഒരു തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ഓരോ ആൾക്കാർ ഇഷ്ടം പോലെ. ചിലർക്ക് മീൻസ് നല്ല വറ്റിയ കറി ഇഷ്ടമുള്ളവരുണ്ടാകും, ചിലർക്ക് വെള്ളം പോലത്തെ കറി, അങ്ങനെ ഓരോ ആൾക്കാർ ഇഷ്ടം പോലെ. എന്നിട്ട് വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡി ആയി കേട്ടോ. അപ്പം പല ഭാഗത്തും പല സ്റ്റൈലിലാണ് കേട്ടോ മീൻകറി ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങളൊരു സ്റ്റൈലാണ് കേട്ടോ ഇങ്ങനെ ഒരു മീൻകറി. അപ്പോൾ ഈ മീൻകറി ശരിക്കും ചില സമയത്തൊക്കെ രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതൊന്നും കൂടെ ആ ഒരു ഇതിൽ ഞാനൊക്കെ അധികവും രാത്രിയത്തെ മീൻകറിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൂട്ടാറ്. രാത്രിയത്തെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പം പുതിയത് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പം ഇതാ ദോശയൊക്കെ മീൻകറിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഈ ദോശയും മീൻകറിയും ഭയങ്കര കോമ്പിനേഷൻ. ഇതാ 2 പേരുണ്ട്, ഇവരെ ഇരുത്തൊന്നും നോക്കണ്ട, ഇവരൊന്നും കഴിക്കുകയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കും എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ. ഇത് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ കഞ്ഞിയാണ്, നമ്മുടെ സാധാരണ തേങ്ങാപ്പാൽ വെച്ച കഞ്ഞി കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ തട്ടിക്കൂട്ട് പരിപാടികളായി. കറി എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം കറി എന്തായിരുന്നു എന്നുള്ളത് എന്നോട് മറന്നും പോയി. പിന്നെ ഈ ഒരു ഐറ്റം എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ഈ വായ മുറിച്ചിട്ടെടുക്കുന്ന വാഴത്തണ്ട്, വാഴപ്പിണ്ടി, അങ്ങനെ പല പേരുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഭയങ്കര ഔഷധ ഗുണം കൂടെ ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ.
പണ്ടത്തെ ആളുകളൊക്കെ ഇങ്ങനെയല്ല അങ്ങനെ കഴിച്ചിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇത്. അപ്പം ഇത് ജസ്റ്റ് നമ്മൾ മുറിച്ചിട്ട് അത് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് അരിയും കറിവേപ്പില ഇട്ടിട്ട് അത് നല്ലോണം മുരിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഇതിടുന്നത്. ഇതെൻ്റെ ഏട്ടൻ്റെ വൈഫ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. കുറച്ച് അരി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് ഇതിൽ ഉപ്പ് ഇട്ട് അടച്ചു വെച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്കൊരു അരപ്പ്, നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ കൂടെ അരച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും കേട്ടോ. കടുക് ഇടാൻ മറക്കല്ലേ, അതെന്നോട് പറയാൻ മറന്നുപോയി. ആ അരി ഇടുന്ന മീൻസ് അത് പറഞ്ഞ കൂട്ടത്തിൽ കടുക് പറയാൻ മറന്നു. കടുകും അരിയും കറിവേപ്പിലയും കൂടാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് അത് അവിടുന്ന് വേവാകുമ്പോഴേക്കും നമുക്ക് ഇപ്പോഴത്തെ ഫ്രൈ പാനിൽ മീൻ ഫ്രൈ ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പം മീൻ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മുടെ ഈ വാഴത്തണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ചെറിയുള്ളി, കറിവേപ്പില, വലിയ ജീരകം, തേങ്ങ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയാൽ മതി കേട്ടോ. അതും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിത് അരപ്പില്ലാതെയും ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടും ഉപ്പേരിയാക്കി കഴിക്കാം കേട്ടോ. അരപ്പും കൂടെ വരുമ്പം ഒന്നും കൂടെ ടേസ്റ്റി ആവും. അതാണ് രണ്ടിലുള്ള ഡിഫറൻസ്. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് രണ്ടാൾക്കും കാര്യമായ എന്തോ പണിയിലാണെന്ന് തോന്നുമെങ്കിലും ഒരു പണിയില്ല. അങ്ങനെ ലഞ്ച് കഴിച്ച് ഞാനും എൻ്റെ ഏട്ടൻ്റെ വൈഫും കൂടെ ഷോപ്പിങ്ങിന് പോയി കേട്ടോ. അപ്പം കുറേ വെറൈറ്റി ചുരിദാറുകളുണ്ട് കേട്ടോ. ഇവിടെ നല്ല നല്ല ചുരിദാറുകളുണ്ട്. ഇതൊരു തരം ഞാൻ ഈ നോക്കുന്നതൊരു വെൽവെറ്റ് ചുരിദാറാണ് കേട്ടോ. അതിൻ്റെ ടിപ്പിൽ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ആയിട്ട്, പിന്നെ കുറേ പേസ്ട്രി കളേഴ്സിലുള്ള, ഇപ്പം മെയിനായിട്ട് പേസ്ട്രി കളേഴ്സാണല്ലോ. മെറ്റീരിയൽസ് ഉണ്ട്, റെഡിമെയ്ഡ് ചുരിദാറുകളുണ്ട്, ഗൗണുണ്ട്, അങ്ങനെ കുറേ നല്ല നല്ല വെറൈറ്റി ചുരിദാറുകളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നോക്കി, 2-3 ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമായി. അങ്ങനെ നോക്കി ലാസ്റ്റ് ഞങ്ങൾ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു കളർ, ഈ ഒരു മഞ്ഞ ചുരിദാറും അതുപോലെ തന്നെ ആ ഒരു കോട്ടൺ ചുരിദാറും എടുത്തു കേട്ടോ. അപ്പം ഇതിന് കോട്ടൺ ചുരിദാറിന് വലിയ റേറ്റ് ഇല്ല കേട്ടോ. പക്ഷേ മറ്റേ ഈ ഒരു വർക്കൊക്കെ ഉള്ള ചുരിദാറിന് സാമാന്യം റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്തുള്ള മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി മോനൊരു ബോട്ടിൽ വാങ്ങി. ഇവൻ്റെ ബോട്ടിൽ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ മിസ്സാവും. അങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ ഓരോന്ന് പിന്നെയും ഇങ്ങനെ വാങ്ങും. അതാണ് ഇവൻ്റെ സാധാരണ നടക്കാറ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു ബോട്ടിൽ ഞാൻ ചൂസ് ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ 1-2 സാധനങ്ങൾ അങ്ങനെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി. നമ്മളെ എസെൻഷ്യലായിട്ടുള്ള പാല്, ബ്രെഡ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോഴാണ് ഞങ്ങളെ ഇവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കഫേ, തബാക്ക്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. അവിടെ എപ്പോഴും നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ അവിടുത്തെ എല്ലാ ഐറ്റംസും. നമ്മൾ സാധാരണ എല്ലാവർക്കും ഒരു കാമൻ നല്ല അംബിയൻസിൽ നല്ലൊരു രസത്തിൽ അവിടെ പോയി ഇരിക്കുകയൊക്കെ കഴിക്കുക. അപ്പം ഞങ്ങൾ ഒരു ലോഡഡ് ഫ്രൈസും അതുപോലെ തന്നെ ഒരു റാപ്പും ആട്ടോ കഴിച്ചത്. അപ്പം രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം സ്ഥിരമായിട്ട് ഞങ്ങൾ ഇത് ഇവിടെ വരാറും കഴിക്കാറുമുണ്ട്. അങ്ങനെ അതൊക്കെ കുട്ടികൾക്ക് വേറെ പാർസലൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ലോഡഡ് ഫ്രൈസ് എന്ന് പറയുന്നത് ചിക്കൻ ലോഡഡ് ഫ്രൈസാണ് കേട്ടോ. ഒരു പ്രത്യേകതരം സോസാണ് ഇവർ ഇതിന് ഉപയോഗിക്കുന്നത്. അതുപോലെ ചീസി, ഭയങ്കര നല്ല ചീസിയാണ്. അതുപോലെ തന്നെ റാപ്പിൻ്റെ കാര്യം നമുക്കങ്ങ് ഫില്ലാവും. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പം സ്വിമ്മിംഗ് പൂളിൽ വെള്ളമൊക്കെ ഫില്ല് ചെയ്തു. പിന്നെ കുട്ടികളൊക്കെ അതിലിറങ്ങി. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ജസ്റ്റ് നമ്മൾ ഹൈറ്റുള്ള ആളുകൾക്കൊക്കെ ഇറങ്ങാം. അത്യാവശ്യം കളിക്കാൻ പറ്റിയ, നമ്മളെ ഒന്ന് കൂളാക്കാൻ പറ്റിയ ഒരു സ്വിമ്മിംഗ് പൂളാട്ടോ. ഇതിപ്പോൾ ഖത്തറിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം ഇത് ജസ്റ്റ് നമ്മൾ വീട്ടിൻ്റെ ഒരു മൂലയിൽ സെറ്റ് ചെയ്താൽ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.